ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ +2 ഫിസിക്സ് പബ്ലിക് എക്സാമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്സൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വരികയാണ് മക്കളെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു ഹയർ സെക്കൻഡറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറേ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ കുറേ ടോപ്പിക്സ് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ വരുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. കാരണം നിങ്ങൾ ആ പഠിച്ച കാര്യം ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെന്ന കാര്യം വെറുതെ ഇതിനിങ്ങനെ സമയം കളയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ ടോപ്പിക്സ് കവർ ചെയ്തു, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാനാണ് ഈ ലാസ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് വെറുതെ ടെൻഷനാക്കി ഞാനിത് പഠിച്ചില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല പോട്ടെ, ഇനി അത് പുതിയതായി പഠിക്കാൻ നിൽക്കില്ല, ഉള്ളത് കയ്യിൽ നിന്ന് പോവാതെ നോക്കാം മക്കളെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകും, നമുക്ക് +2 ഫിസിക്സ് ആവട്ടെ +1 ഫിസിക്സ് ആവട്ടെ, ഫസ്റ്റ് 7 മാർക്ക് നമ്മളെ ഫസ്റ്റ് സെഷൻ, അതായത് 1 വേർഡ് സെഷനാണ്. 1 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസ് 5 എണ്ണം എഴുതണം. 1 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി പോകുന്നത്. ആ ഒരു 7 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിലൊന്നും റിപ്പീറ്റേഷൻ ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഒന്നരം വന്ന് ഓക്കെ 2 മാർക്കിൻ്റെ സെഷൻ 3, എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻസ് ചെറിയ മാർക്കിൻ്റെ സെഷനില്ലേ, ഈ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചും കൂടി കൂടുതൽ കോൺസെപ്ച്വൽ ആയിരിക്കാൻ ചാൻസ് ഉള്ളതാണ്. എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യും. അതൊക്കെ നിങ്ങൾ ക്ലിയർ ആണ്. പിന്നെ ടെൻഷൻ അടിക്കുക വേണ്ട. നിങ്ങൾ പഠിച്ച ഡെറിവേഷൻസും കാര്യങ്ങളും പ്രിസവും ലെൻസ് മേക്കേഴ്സും ഇവിടെയൊക്കെ അവിടെ വരുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ ഭാഗം വന്നേക്കാം. കിർച്ചോഫും വീറ്റ്സ്റ്റണും കാര്യങ്ങളും ബയോട്ടും ഇതൊക്കെ അവിടെ നമുക്ക് എൽ സി ആർ മോഡൽ വന്നില്ല, ബട്ട് പബ്ലിക്കിന് വരും മക്കളെ. അവിടെ നിന്നോട്ടെ, കുറെ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഹാഫ് വേ റെക്ടിഫയർ അല്ലെങ്കിൽ ഫുൾ വേ റെക്ടിഫയർ, അതൊക്കെ വീണ്ടും നിങ്ങൾ പഠിച്ചൊരു കാര്യമില്ല. നിങ്ങൾ പഠിച്ചാണ്, അതും മതി ധാരാളം. ബട്ട് നിങ്ങൾക്ക് പണി കിട്ടാൻ വേണ്ടി, ഇൻ കേസ് കിട്ടുന്നതിന് പണി കിട്ടാൻ വേണ്ടി പോകുന്നത്, അത് നമ്മൾ ചെറിയ മാർക്ക് 1 മാർക്കിന് 2 മാർക്ക് ഇതുപോലെ 3 മാർക്കിന് മാക്സിമം 3 മാർക്കിൻ്റെ സെഷൻസിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ABC ഒക്കെ വരുന്ന സമയത്ത് C പാർട്ട് Aയും B ഒക്കെ അറിയാം, അല്ലെങ്കിൽ A അറിയാം, B അറിയില്ല, C അറിയില്ല, അങ്ങനത്തെ പരിപാടികളാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ട മാക്സിമം നിങ്ങൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. ധാരാളം ഓക്കെ, നിങ്ങൾക്ക് സുഖമായിട്ട് A+ എന്നല്ല മക്കളെ, ഫുൾ മാർക്ക് തന്നെ അടിക്കുക. നിങ്ങൾ ബാക്കിയുള്ള ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളിലൂടെ ബാക്കി പഠിച്ചാൽ നിങ്ങൾ ഫുള്ള് സേഫായി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ വാരി വലിച്ച് നീട്ടുന്നില്ല. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. കുറച്ച് കുട്ടികളായിക്കോട്ടെ, അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാവും മക്കളെ, ഷുവർലി ഉണ്ടാവും. ഓക്കെ, തൊട്ട് മുമ്പത്തെ വീഡിയോസിലായിട്ട് സെമി കണ്ടക്ടേഴ്സ് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നോക്കാം. ആറ്റംസ് അതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡുവൽ നേച്ചർ, ധാരാളം മക്കൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയാണ്. ഷുവർലി നിങ്ങൾക്കത് കയറിപ്പോകാൻ പറ്റുന്ന കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതിനോട് ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ആ 1 മാർക്ക് അറൗണ്ട് ഒരു 100 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യനും ആൻസറും. ചില ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. മക്കൾ ഒന്ന് ബുദ്ധിമുട്ടില്ല, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ പറയില്ല. ഓക്കെ, നമുക്കങ്ങനെ 100 മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. എ ഡിവൈസ് ടു യൂസ് ഇറ്റ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ് കോൾഡ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്ററും വരുന്നുണ്ട്, ഏകദേശം ഒരു ഓർഡറിലാണ് വരുന്നത്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? കപ്പാസിറ്റർ ആണല്ലോ. ഓപ്ഷൻസ് ഫുള്ള് വായിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്, ഇതൊക്കെ പ്രീവിയസ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളോം ആണോ, വോൾട്ട് മീറ്റർ ആണ്, വോൾട്ട് പെർ മീറ്റർ ആണ്, ന്യൂട്ടൺ മീറ്റർ പെർ കൂളോം ആണോ? ആൻസർ ഏതാ? വോൾട്ട് മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം, ന്യൂട്ടൺ പെർ കൂളോമും വോൾട്ട് മീറ്റർ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ഞാൻ അതും കൂടി കണക്ട് ചെയ്ത് പറയുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ ന്യൂട്ടൺ പെർ കൂളോമും, ഓപ്ഷൻ B ഓപ്ഷൻ C വോൾട്ട് പെർ മീറ്ററും ആരുടെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡാണെന്ന് കൂടി നോട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻ അതിനപ്പുറം പോകും. ഓക്കെ, നമ്മൾ അതിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ പറയാൻ പറ്റുന്ന അതും കൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഓപ്ഷൻ D ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ആയിരുന്നുവെങ്കിൽ അതും നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആകുമായിരുന്നു എന്നും കൂടി ചിന്തിക്കുക. ഈ വോൾട്ട് മീറ്റർ ഈ ഒരു സംഭവം മാച്ച് ദ ഫോളോയിങ്ങിൽ പ്രീവിയസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഒന്നും കൂടി ലാസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ ഇങ്ങനെ പഠിക്കും മക്കളെ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ആൻസർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ഡാഷ്. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? കൺസർവേഷൻ ഓഫ് ആരാണ് മക്കളെ? ചാർജ് ആണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കുക. കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ ആണെങ്കിലോ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കണം. 4ാമത്തെ ക്വസ്റ്റ്യൻ. നാൻഡ് ആൻഡ് നോർ ഗേറ്റ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്. അത് സെമി കണ്ടക്ടർ ലോജിക് ഗേറ്റ് ആണ്. അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, നമുക്കിപ്പോൾ തൽക്കാലം ഒഴിവാക്കാം. അതുപോലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം മാഗ്നറ്റിസം ആൻഡ് മാറ്റർ തന്നെയാണ്, 5ാമത്തെ ചാപ്റ്ററാണ്. അതും ഡിലീറ്റ് ആയി പോയി. ഡിപ്പ് ആംഗിൾ ഇക്വേറ്ററിൽ എത്രയാണ്? 0 ഡിഗ്രി എന്ന് പറയുന്നത്. പണ്ട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മെനക്കെടണ്ട. ഓക്കെ, അപ്പോൾ 4ാമത്തെ 5ാമത്തെ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. എങ്കിലും ഒന്ന് ബുദ്ധിമുട്ടില്ലെന്ന് അറിഞ്ഞിരിക്കുക. കാരണം മോഡൽ എക്സാം കണ്ടതാണ്. വാരി വലിച്ച് ഡിലീറ്റ് ഒന്നും വരില്ല കേട്ടോ, ഡെറിവേഷൻ ഒന്നും വരില്ല, കൂളാണ്. ഓക്കെ, ചെറിയ കോൺസെപ്റ്റുകൾ ഇൻ കേസ് വന്നു, അങ്ങനെ 99% പ്ലസ് വരില്ല. ഓക്കെ,
ബുദ്ധിമുട്ടിൽ മാത്രം പഠിക്കുക. ബുദ്ധിമുട്ടാണ് എനിക്കത് കിട്ടില്ല എന്ന് പറയുന്നത് നോക്കിയാൽ വേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 6, ദ ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് ഇംപ്ലൈസ്. ഏറ്റവും കൂടുതൽ വൺ വേർഡ് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ പറയാം. ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ക്യൂ ഈസ് ഈക്വൽ ടു ആരാണ് ഓപ്ഷൻസ് ഒക്കെ തരാറുണ്ട്. പ്ലസ് ഓർ മൈനസ് ഇൻ ഇ ആണല്ലേ, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജിനെയാണ് നമ്മൾ ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7 എത്തുന്നു. കൂളം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ ഡാഷ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ആണോ നോൺ കൺസർവേറ്റീവ് ആണോ? അതെന്ത് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ശരിക്കും ഇത് വർക്ക് ചെയ്യാൻ പവറാണ് കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ്. നമ്മൾ അതിൻ്റെ തുടക്കം പറയാം. ഓക്കെ, അത് പ്ലസ് വൺ. ബാക്കി നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് പറയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ്. അത് ഇപ്പം വേണ്ട കേട്ടോ, ഇപ്പം വേണ്ട. ഓക്കെ, നമുക്ക് വേണ്ട കൂളംസ് ഫോഴ്സ്, കൂളം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ള നോളജേ വേണ്ടു. ക്വസ്റ്റ്യൻ നമ്പർ 8, ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് എൻക്ലോസിങ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഈസ്. എന്താണ് മക്കളെ? 0 ആണല്ലേ. കാരണം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ തന്നെ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. അപ്പോൾ നമുക്ക് ചിന്തിക്കുക ഇലക്ട്രിക് ഡൈപോൾ എന്താ? അങ്ങനെ പഠിക്കുമ്പോൾ ഫുള്ള് ലെവലായി. ഇലക്ട്രിക് ഡൈപോൾ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവില്ല. ഇത് പ്രീവിയസ് എ പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അങ്ങനെ അത് മാറ്റിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജസ് ഡാഷ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ കേസ് നമുക്കറിയാം ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അവിടെ ആറിൻ്റെ ഡിപ്പെൻഡൻസി ഉണ്ടോ? ഇല്ല, ദറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ. പക്ഷേ അതേസമയം പഠിക്കുക ഷെല്ലിൻ്റെ കേസിലുണ്ട്. ഓക്കെ, ഷെല്ലിൻ്റെ കേസിലാണെങ്കിൽ റേഡിയസ് ഓക്കെ, അവിടെ ഡിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയറിനെ കാണാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ഏത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻഫിനിറ്റി ലോങ് സ്ട്രെയിറ്റ് വയറിൻ്റെ കേസിൽ നമുക്ക് ഈ ഈക്വൽ ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 ആണ്. അവിടെ ഡിനോമിനേറ്ററിൽ ഉണ്ട്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. പക്ഷേ പ്ലെയിൻ ഷീറ്റിലില്ല. ഓക്കെ, അത് കണക്ട് ചെയ്തതും പ്രീവിയസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 പോകുന്നു. ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ എന്താണ്? ഒരു ചാർജ് ഇൻസൈഡിൽ എന്താണ്? 0 ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ നോർമലി ഒരു ഷെല്ലിൻ്റെ കേസൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ എത്രയാണ് ഈസ് ഈക്വൽ 0 എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവർ ചോദിച്ചത്. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൂളോം മീറ്റർ ആണല്ലേ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് P. അപ്പോൾ ഇക്വേഷൻ ഓർമ്മിക്കുക. ഇതിലൂടെ നിങ്ങൾ ഓരോ ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ P ഈസ് ഈക്വൽ 2AQ. ഓക്കെ, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് കൂളോം, 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ മീറ്റർ കൂളോം മീറ്റർ. അപ്പോൾ അതുമായി ഡയറക്ഷനൊക്കെ ഒന്ന് ഓർമ്മിക്കുക. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ്. ഞാൻ വാരി വലിച്ച് നീട്ടുന്നില്ല, നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. എന്തുണ്ട് നമുക്ക് നിങ്ങൾ ചോദിച്ചോട്ടോ, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇതേ സമയം നിങ്ങൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്താ? ഒന്നുമല്ല തിങ്ക് ചെയ്തൊക്കെ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പോരട്ടെ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് യൂണിറ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. കമൻറ്റും ചെയ്യേണ്ട, ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 12, ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ ദ ഇക്വറ്റോറിയൽ പോയിന്റ് ആൻഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഈസ്. അതായത് ആക്സിയലും ഇക്വറ്റോറിയലിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് റേഷ്യോ നമുക്കറിയാം. ഈ ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ഇക്വറ്റോറിയലാണ്. ഇവിടെ ചോദിച്ച് ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഓപ്ഷൻസ് അടക്കം തരും. ഇവിടെ ഇക്വറ്റോറിയൽ ടു ആക്സിയലാണ് ചോദിച്ചത്. അപ്പോൾ ഇക്വറ്റോറിയൽ ടു ആക്സിയൽ എന്ന് പറഞ്ഞാൽ ഈ ഇക്വറ്റോറിയൽ എന്താണ്? 1/2 ഈ ആക്സിയൽ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ തല തിരിച്ചിട്ടാണ് വരിക. പറഞ്ഞു വരുന്നത് ഈ ആക്സിയലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇക്വറ്റോറിയലുമായി നോക്കുന്ന സമയത്ത് ആക്സിയൽ എന്താ? 2 ടൈംസ് അല്ലേ? അപ്പോൾ 2:1 അല്ല പറയേണ്ടത്, 1:2 എന്ന് പറയേണ്ടത്. കാരണം ആദ്യം ഇക്വറ്റോറിയൽ പിന്നീട് ആക്സിയൽ. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്ഡ് പാരലൽ പ്ലേറ്റ് ഈസ്. എന്താണ്? നമ്മൾ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും പറയുന്ന സമയത്ത് അതിൻ്റെ ബിറ്റ്വീൻ വരുന്നത് എത്രയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഒരാൾ പോസിറ്റീവ് സിഗ്മയാണ്, മറ്റാൾ നെഗറ്റീവ് സിഗ്മയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദീസ് 2 പ്ലേറ്റ്സ്? ദറ്റ് ഈസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അങ്ങനെയാണ് 2 ടൈംസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. 2 ക്യാൻസൽ ആകുന്നു. ആൻസർ വിൽ ബി സിഗ്മ ബൈ എപ്സിലോൺ 0. ബാക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വോയിസ് പറയാണ് കേട്ടോ. നമുക്ക് ബാക്കി വേണ്ടവരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് കണ്ടാൽ മതി മക്കളെ. സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ മൈൻഡിലേക്ക് വരണം, ഓ ഇത് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് ലീഡ് ചെയ്യുന്ന പരിപാടിയല്ലേ എന്നും കൂടി മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14 നമ്മൾ എത്തുന്നു. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്താണ്? ഫാരഡ് ആണ് അല്ലേ. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡ് ആണ്. അല്ലെങ്കിൽ കൂളോം പെർ വോൾട്ട്. അതും കൂടി നോട്ട് ചെയ്ത് നോക്കുക. കൂളോം പെർ വോൾട്ട് ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എഴുതാൻ ഫാരഡ് എന്ന് എഴുതിയാൽ മതി ധാരാളം. ചിലപ്പോൾ കൂളോം പെർ വോൾട്ട് ഓപ്ഷനിലുണ്ടാവും, ഫാരഡ് ഇല്ല. അപ്പം വിചാരിക്കും ഫാരഡ് ഇല്ലല്ലോ, അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണെന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2 യൂണിറ്റാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കൂളോം പെർ വോൾട്ട്, കാരണം Q/V അല്ലേ, കൂളോം പെർ വോൾട്ട്. അത് നമ്മൾ എളുപ്പത്തിൽ ഫാരഡ് എന്ന് വിളിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, ദ കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെരിക്കൽ കപ്പാസിറ്റർ ഈസ് ഡാഷ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ ആൾക്കാർ അത് നോക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എൻട്രൻസ് ലെവൽ കീമിനൊക്കെ നോർമലി വരുന്നൊരു കാര്യമാണ്.
ഒരു സ്ഫെരിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താണ്? 4πε0 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. ഓക്കെ, കപ്പാസിറ്റർ സ്ഫെരിക്കൽ കപ്പാസിറ്റർ എർത്തുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു സ്ഫെരിക്കൽ കപ്പാസിറ്റർ വരുന്ന സമയത്ത് എർത്തുമായി ബന്ധപ്പെട്ട് വേറെ ഫോർമാറ്റാണ്. ഓക്കെ, സ്ഫെരിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 4πε0 ആറാണ്. കുറച്ച് ടഫായിട്ട് വരുന്നതാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇത് അങ്ങനെ റിപ്പീറ്റ് ഒന്നുമല്ല, ബട്ട് കുറേ കുട്ടികൾ ഈ ഭാഗം നോക്കിയിട്ടുണ്ടാവില്ല. അതിനെ പറഞ്ഞ മക്കൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്തോ, കൂളായിട്ട് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ പഠിക്കുന്ന ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു മെത്തേഡല്ല അത്. ഓക്കെ, പഠിച്ച് തന്നെ വീണ്ടും പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് സമയം നഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഉണ്ടാവുള്ളൂ, ബട്ട് എഴുതി തീരാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 16. ദ സ്ലോപ്പ് ഓഫ് QV ഗ്രാഫ് റെപ്രസെൻസ്, സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, ചാർജ് വേഴ്സസ് വോൾട്ടേജ് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? കപ്പാസിറ്റൻസ് കിട്ടുക. ഇതേ സമയം എന്താണ് ഏരിയ അണ്ടർ ചാർജ് വേഴ്സസ് ഇതേ ഗ്രാഫിൻ്റെ ഏരിയ എന്താണ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏരിയ അണ്ടർ QV ഗ്രാഫ്. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ സപ്പോർട്ട് ഉണ്ടാവും, വീഡിയോ ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, കുറച്ച് കുട്ടികളായിക്കോട്ടെ മതി. ആ കുട്ടികൾക്ക് എന്തെങ്കിലും കറക്റ്റ് അതിൻ്റെ യൂട്ടിലൈസ് ഷുവർലി ഉണ്ട്, അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഓക്കെ, കുറേ അത്രയും വ്യൂസ് ഒന്നും വേണ്ട, കുറച്ച് കുട്ടികളാണ് അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഓക്കെ, ഏരിയ അണ്ടർ QV മക്കൾ പഠിക്കണേ. ഏരിയ അണ്ടർ QV ഗ്രാഫ് എന്താ? ടഫ് ഇൻഡയറക്റ്റ് വൺ വേർഡ് സെഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് 2 മാർക്കിൻ്റെ സെഷനിൽ AB യിലൊക്കെ വരാം. ഓക്കെ, ദെൻ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ ഏരിയ അണ്ടർ വന്നു അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 17 ഏരിയ അണ്ടർ. അയ്യോ, അതവിടെ വന്നു. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 18. ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോൻ്റെ വെക്റ്റർ ഫോം എന്താ? J വെക്റ്റർ ഈക്വൽ ടു സിഗ്മ E വെക്റ്റർ. ആ വെക്റ്റർ ഇട്ട് കൊടുക്കണേ. J വെക്റ്റർ ഈക്വൽ ടു, നിങ്ങൾ എഴുതി നോക്കുക, J വെക്റ്റർ ഈക്വൽ ടു സിഗ്മ E വെക്റ്റർ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, വെക്റ്റർ വേണം കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് ഹാപ്പൻസ് ടു ദ കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഹാവ്ഡ്? നമുക്കറിയാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസിലി C ഈക്വൽ ടു എന്താണ്? കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C ഈക്വൽ ടു ε0 A/D ആണല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് D ഉള്ളത്. ആ ഡിസ്റ്റൻസ് എന്താക്കി എന്നാണ് പറയുന്നത്? ഹാഫ് ആക്കി. അപ്പോൾ D മാറിയിട്ട് D/2. അപ്പോൾ ഈ 2 മുകളിലോട്ട് വരും. അപ്പോൾ കപ്പാസിറ്റൻസ് എന്തായിട്ടുണ്ടാകും? ഡബിൾഡ് ആയിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇത് 1 വേർഡ് സെഷനിൽ വരുന്നതല്ല, ഒരു മാർക്കിന് നമുക്ക് കിട്ടും. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നൈസായിട്ട് പറയാം. ഓക്കെ, ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20. ഇലക്ട്രിക് കറണ്ട് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. നമ്മുടെ കറണ്ട് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? ഇലക്ട്രിക് കറണ്ട് എന്താ? കമൻറ്റ്. ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? അത് തന്നെ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21 ഇതാണ് മക്കളെ. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻ എ ഇറ്റ്സ് മെറ്റീരിയൽ, ഏരിയ, ലെങ്ത്, ഓൾ. എന്തിനെയാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക ആ മെറ്റീരിയലിനെയാണ്. നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ഓർ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയുക കേട്ടോ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. SI യൂണിറ്റ് റെസിസ്റ്റൻസ് എന്താണ്? ഓം ആണ്. ടൈം കളയുന്നില്ല. യൂണിറ്റ് ഫാരഡ് ഈസ് ഈക്വലൻ ടു കൂളം പെർ വോൾട്ട് ആണ്. തൊട്ട് മുന്നേ പറഞ്ഞു. യൂണിറ്റ് ഓം ഈസ് ഈക്വലൻ ടു, ഓം എന്ന് പറഞ്ഞാൽ എന്താ? VC = IR ആണ്. R എന്ന് പറഞ്ഞാൽ എന്താ? V/I ആണ്. വോൾട്ട് പെർ ആംപിയർ ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 25. കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാർജാണ്, മറ്റേ ചാർജാണ് ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എനർജിയാണ്. തൊട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് മോർ സെൻസിറ്റീവ്? കിഡിലും ക്വസ്റ്റ്യൻ ആണത്. വോൾട്ട്മീറ്റർ ഓർ പൊട്ടൻഷ്യോമീറ്റർ? വോൾട്ട്മീറ്റർ ആണ്, പൊട്ടൻഷ്യോമീറ്റർ ആണ് മോർ സെൻസിറ്റീവ്. പൊട്ടൻഷ്യോമീറ്റർ ഇപ്പോൾ ഡിലീറ്റ് ആണെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക, ആരാണ് മോർ സെൻസിറ്റീവ്? പൊട്ടൻഷ്യോമീറ്റർ ആണ്. പണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. പൊട്ടൻഷ്യോമീറ്ററും വോൾട്ട്മീറ്റർ രണ്ടാളും വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ എന്തിനീ പൊട്ടൻഷ്യോമീറ്ററിന് ഇത്ര ആവശ്യകത എന്താണെന്നൊക്കെ പണ്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് മോർ സെൻസിറ്റീവ് ആണ് പൊട്ടൻഷ്യോമീറ്റർ കേട്ടോ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 27. ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡാഷ്. കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലേ. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓപ്പൺ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? നമ്മുടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അത് ടെസ്ലയാണ്. വെബർ യൂണിറ്റ് ആണ്. ഒരു ടെസ്റ്റിൽ എത്ര വെബർ? സോറി, വെബറല്ല, ഗോസ്. ഓക്കെ, ഗോസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. ഒരു ഗോസ് എത്ര ടെസ്ലയാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. 1 ഗോസ് ഈസ് ഈക്വൽ ടു ഡാഷ് ടെസ്ല. നൈസ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ കണക്ട് ചെയ്ത് വരുന്നുണ്ടോയെന്ന് അറിയില്ല, വരാതിരിക്കട്ടെ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 29. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് അലോങ് ദ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡാഷ്. അലോങ് ദ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 0 ആണ് വരിക. കാരണം അവിടെ ക്രോസ് പ്രോഡക്റ്റ് ആംഗിൾ 0 ആണ്. ക്രോസ് പ്രോഡക്റ്റും കാര്യങ്ങൾ വരിക. നമ്മളെ ELB സൈൻ തീറ്റ അല്ലേ. അപ്പോൾ I × L × B. അപ്പോൾ L × B എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ILB സൈൻ തീറ്റ. അപ്പോൾ തീറ്റ 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സൈൻ 0 ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് അലോങ് ദ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ഈസ് 0. അതൊന്നും പെട്ടെന്ന് തിങ്ക് ചെയ്ത് കിട്ടില്ല. കുറേ ആൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എനിക്ക് കിട്ടുമായിരുന്നു, നിങ്ങൾക്ക് കിട്ടുമായിരുന്നു, നിങ്ങൾ സ്വയം ഒന്ന് തിങ്ക് ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, നിങ്ങൾ പഠിച്ചോണ്ട് മാത്രം നിങ്ങൾ പഠിച്ച ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് കാര്യം കണ്ടക്ടർ ഫ്രം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ പറയുന്നത് ആ ഭാഗമില്ലേ, അത് തന്നെ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 30, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഈസ് QVB sin θ, അല്ലെങ്കിൽ Q/V വെക്ടർ ക്രോസ് B വെക്ടർ ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് ഈസ് ഈക്വൽ ടു 0, കാരണം വെലോസിറ്റി 0 ആണല്ലോ, QVB sin θ, V 0 ആകുമ്പോൾ ഫോഴ്സ് 0 ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 32ലേക്കാണ് നെക്സ്റ്റ് പോകേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 32, ആൻ ഇലക്ട്രിക് ചാർജ് Q ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി V ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് B, ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് ഈസ് 0. കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ, നേരത്തെ ലെങ്ത് പറഞ്ഞതുപോലെ ഇവിടെ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനാണ്. അപ്പോൾ അഗെയിൻ θ 0 ആണ്, sin 0 ആയതുകൊണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഏത് പാത്താന്ന് ചോദിക്കും, സ്ട്രെയിറ്റ് ലൈൻ പാത്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ ആണ്. എപ്പോഴും ഇവർ വരുന്ന ഒരു കാര്യമാണ്, മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ് ചാർജഡ് പാർട്ടികൾ മൂവ് ചെയ്യുന്നെങ്കിൽ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് എ ചാർജഡ് പാർട്ടിക്കിൾ, അത് സ്ട്രെയിറ്റ് ലൈനാണ്. സർക്കുലർ പാത്തിൽ വരും എപ്പോഴാണ് ചാർജഡ് പാർട്ടികൾ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർലി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ 30 ഡിഗ്രി 60 ഡിഗ്രി ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഹെലിക്കലാണ്, ഹെലിക്സ് ആണ് കേട്ടോ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 33ലേക്കല്ലേ പോകണ്ടേ. ക്വസ്റ്റ്യൻ നമ്പർ 33, എ ചാർജർ പാർട്ടിക്കൽ എൻറ്റേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ്, അത് 400 അല്ല കേട്ടോ, 40 ഡിഗ്രി 40 ഡിഗ്രി. ഇറ്റ്സ് പാത്ത് ബിക്കംസ്, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ 0 ഡിഗ്രി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ, 90 ഡിഗ്രി ആണെങ്കിൽ സർക്കുലർ, ഇൻ ബിറ്റ്വീൻ അല്ലേ 40 ഡിഗ്രി ആണ്, 40 ഡിഗ്രി അതെന്താണ്, ഹെലിക്സ് ഓർ ഹെലിക്കൽ പാത്തിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 34 നിങ്ങൾ വായിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 35 നിങ്ങൾ വായിച്ചേക്ക്, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 30, ആ കോൺസെപ്റ്റ് ഞാൻ പറയുന്നത്, ആ കോൺസെപ്റ്റിലൂടെ പറയുന്നത്, അല്ല ആ ക്വസ്റ്റ്യൻ നോക്കി ഞാൻ വായിക്കുന്നതല്ല. ആ കോൺസെപ്റ്റ് അറിയുമ്പോൾ ആ ഭാഗത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്, പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിപ്പോൾ 33, 34, 35 ഓൾറെഡി പല പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഈസ് 0, അതിനാണല്ലോ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37, വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് ദ പോൾ, നമ്മൾ നേരത്തെ ഇക്വേറ്ററിൽ ഡിപ്പ് ആംഗിൾ 0 ആണെന്ന് പറഞ്ഞു, പോളിൽ അത് 90 ഡിഗ്രിയാണ്, ഡിലീറ്റ് ആണ്, എങ്കിലും മക്കളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 38, ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ഇൻ ടെസ്ല, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ലയിൽ എത്രയാണ് പറയുക, 10⁻⁵ ടെസ്ലയാണ്, അതും ഡിലീറ്റ് കണക്ഷനിൽ പോകുന്നതാണ്. എനിവേ ബുദ്ധിമുട്ടില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 39, ഇലക്ട്രിക് ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആരാണ്, ജനറേറ്ററാണ്. ഇനി നേരെ തിരിച്ചിട്ടോ, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്നവരാണ്, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ആ ഒരു കാര്യം. ഓക്കെ, ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 40, ലെൻസസ് ലോ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ധാരാളം എനർജീൻ്റെ ആണെന്നറിയാം. അതുപോലെ ലെൻസസ് ലോ ഇറ്റ് ഗിവ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്, ഈസിക്കോൽ -dφ/dt. നിങ്ങൾക്കറിയോ, നിങ്ങൾ കൂളാണ് മക്കളെ, വേറൊന്നും അവിടെ ചോദിക്കാനില്ല. കാരണം പണ്ടൊക്കെ കൺസർവേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എന്തുകൊണ്ടാണ് കൺസർവേഷൻ ഓഫ് എനർജി ലെൻസസ് ലോ ആകുന്നൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ആ ഒരു ഭാഗം ഡിലീറ്റ് ആയി പോയി. ദെൻ ഗോയിങ് ടു അതും പറഞ്ഞു, ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ബൈ ഡാഷ് ലോ, ലെൻസസ് ലോ. അപ്പോൾ 41 ക്വസ്റ്റ്യൻ നമുക്കായിട്ടുണ്ട്. നമുക്ക് 42ാമത്തെ ക്വസ്റ്റ്യനിലൊക്കെ പോകേണ്ടത്, അത് ഇങ്ങനെയാണ്, ദ എക്സ്പ്രഷൻ ഫോർ മോഷൻ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് V, അല്ലെങ്കിൽ E = BLV. ജെറ്റ് പ്ലെയിൻ്റെ പ്രോബ്ലം ബുദ്ധിമുട്ടില്ലെങ്കിൽ നോക്കണം കേട്ടോ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 40, കാരണം കുറേ കുട്ടികൾ പ്രോബ്ലത്തിൻ്റെ ചോദിക്കുന്നുണ്ട്, സാറ് പ്രോബ്ലം. അപ്പോൾ പറഞ്ഞ് നമുക്ക് നോക്കിയിട്ട് പ്രോബ്ലം സെറ്റാക്കാൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 43, എ കപ്പാസിറ്റർ ബ്ലോക്സ് ഡാഷ് കറണ്ട് ആൻഡ് അലൗസ് ഡാഷ് കറണ്ട്. ഏതാണ് കപ്പാസിറ്റർ? എന്തോ, അതായത് നമ്മൾ കറണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ DC-യും AC ആണ്. ഒരു കറണ്ടിനെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും, മറ്റൊരു കറണ്ടിനെ കപ്പാസിറ്റർ ഒഴുകാൻ വേണ്ടി വിടും. അതേതാണ്? കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുക, ഡയറക്റ്റ് നമ്മൾ DC കറണ്ടിനെയാണ് ബ്ലോക്ക് ചെയ്യുക, AC കറണ്ടിനെ എന്ത് ചെയ്യും, അത് അലോ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുക, അതറിയോ? അതാണ് കോൺസെപ്റ്റിൽ വന്നിട്ട് 2 മാർക്കിന് വന്ന്, കപ്പാസിറ്റർ DC-നെ ബ്ലോക്ക് ചെയ്യുന്നു. വൈ എന്ന് ചോദിച്ചാൽ മക്കൾ നിങ്ങൾ എന്തെഴുതും, ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അറിയില്ലെങ്കിൽ ചോദിക്കാട്ടെ, ചോദിച്ചാൽ നമുക്ക് നോക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 44, നേരെ തിരിച്ചിട്ട് ഇൻഡക്ടർ ബ്ലോക്സ് ഡാഷ് കറണ്ട് ആൻഡ് അലോസ് ഡാഷ് കറണ്ട്. ഇതൊന്നും കൂടുതൽ മക്കൾ നോക്കൂല, കാരണം ഇൻഡക്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം പഠിക്കും, അതുപോലെ കറണ്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഫേസർ പഠിച്ചിട്ടുണ്ടാകും, ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈവൺ പ്രോബ്ലം പോലും നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ വന്നതിനെ തീർന്ന് കുറേ കുട്ടികൾക്ക്, ഞാൻ പറഞ്ഞാൽ എല്ലാവരും പറയുന്നില്ല, കുറച്ച് കുട്ടികളെങ്കിലും അതും തിങ്ക് ചെയ്യില്ല. ഇൻഡക്ടർ ബ്ലോക്ക് ചെയ്യുക, AC-നെയാണ് ഇൻഡക്ടർ ബ്ലോക്ക് ചെയ്യുക, DC-നെ ഇൻഡക്ടർ അലോ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 45, കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ് ഇൻ ദ, എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യുക, അങ്ങനെ ഓപ്ഷൻ അടക്കം ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. ഓക്കെ, ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അത് അറിഞ്ഞായിരുന്നാൽ മതി. എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ബിറ്റ്വീൻ
ദ പ്ലേറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, എനർജി സ്റ്റോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 46, വിച്ച് ഫോം ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിന് എന്ത് ഫോമാണ്? ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് എനർജി ഓർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 48, SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. രണ്ടാളും റെസിസ്റ്റൻസ് ആണല്ലോ. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടറും മറ്റാൾ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ. രണ്ടാളും യൂണിറ്റ് എന്താണ്? ഓം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49, എക്സ്പ്രഷൻ ഫോർ RMS വാല്യൂ ഓഫ് AC ആൾട്ടർനേറ്റീവ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. RMS വാല്യൂ എന്താണ്? V0/√2. VRMS ആണെങ്കിൽ IRMS I0/√2. ക്വസ്റ്റ്യൻ നമ്പർ 40, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആൻഡ് ആർ കോൾഡ് ആസ്. റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫേസേഴ്സ് അല്ലേ. AC വോൾട്ടേജും കറണ്ടൊക്കെ ഫേസേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുക. ക്വസ്റ്റ്യൻ നമ്പർ 41, ഡിവൈസ് യൂസ്ഡ് ടു ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഇൻപുട്ട് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് കോൾഡ് ട്രാൻസ്ഫോമർ. അതുകൊണ്ടാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതൊന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 42, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതാണ് കറക്റ്റ് വാല്യൂ. അത് EMIൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് EMI എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ബട്ട് കറക്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെ പറയാൻ പറ്റും. അത് തന്നെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 53, ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡാഷ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഡയറക്ട്ലി. കാരണം XL ആരാണ്? L ഒമേഗ ആണല്ലേ. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ XL പ്രൊപ്പോർഷണൽ ടു ഒമേഗ എന്ന് വിളിക്കാം. ഇതേസമയം കപ്പാസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ XC = 1/C ഒമേഗ ആണ്. കപ്പാസിറ്റൻസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. XC പ്രൊപ്പോർഷണൽ ടു 1/ω. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 54 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55 56 ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാളുടെയും ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 57, ദ SI യൂണിറ്റ് ഓഫ് ദ ടേം ε0 d∅e/dt ഈസ് പ്രീവിയസ്. കാരണം നമുക്കറിയാം ε0 d∅e/dt ആരുടെ ഇക്വേഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ആ ഭാഗം നിങ്ങൾ എത്തിയത് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ഭാഗം കവറാവും. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷനാണ് IDC = ε0 d∅e/dt. കറണ്ടിൻ്റെ ഇക്വേഷൻ കറണ്ടിൻ്റെ യൂണിറ്റ് പിന്നെ എന്താണ്? ആംബിയർ തന്നെയാണ്. എന്ത് ഡൗട്ട്? അപ്പോൾ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 58 കണക്ട് ചെയ്ത് ചോദിക്കുന്നത് മക്കളെ. ഓക്കെ, നിങ്ങൾ ശരിക്കും അനലൈസ് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 59, ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓർ ലൈറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ആസ്. അതാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വാക്വത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് എന്താ? C = 1/√μ0ε0. ഇതേസമയം V ആണെങ്കിലോ 1/√με. അതായത് ഒരു മീഡിയം എന്നേ പറയുന്നുള്ളെങ്കിൽ V = 1/√με. ഇതേസമയം നമ്മൾ എവിടെ പറയണം? ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഒക്കെ പറയുന്നത് വാക്വത്തിൻ്റെ കേസിലാണ് അത് പറയുന്നത്. അതിൻ്റെ പ്രൂഫ് ഉണ്ട്. C = 1/√μ0ε0. പ്രൂഫ് പറ്റുമെങ്കിൽ അതൊന്ന് നോക്കിയേക്കണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 60, ദ വെലോസിറ്റി ഓഫ് എൻ EMW ഓർ ലൈറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആസ്. ശ്രദ്ധിക്കണം, തൊട്ട് മുമ്പ് പറഞ്ഞത് V ഞാൻ ഇൻ ടേംസ് ഓഫ് പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റ്. ശ്രദ്ധിക്കണം. നല്ല ക്വസ്റ്റ്യൻ ആണത്. E = CB എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ C = ആരാണത്? E/B ആണ്. അതാണത് എഴുതേണ്ടത്. V അല്ലെങ്കിൽ C = അത് പറഞ്ഞാൽ തെറ്റും. ഓക്കെ, ശ്രദ്ധിക്കണം. തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞു V, അത് ഇൻ ടേംസ് ഓഫ് പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി ആണ്. ഇവിടെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ ചോദിച്ചു കഴിഞ്ഞാൽ E = VB അല്ലെങ്കിൽ E = CB. C = ആരാണ്? E/B അല്ലെങ്കിൽ നമ്മൾ V = E/B. ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണോ. ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുകയാണ്. 61, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റിക്? എക്സ് റേസ്, ഗാമ റേസ്, ബീറ്റ റേസ്, മൈക്രോ റേസ്. പ്രീവിയസ് ആണ് ബീറ്റ റേസ്. അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ പെടാത്ത ഒരാളായ ഏതോ ഒരു വേവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 62, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് radiations according to their wavelength or frequency. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്തിന് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് സ്പെക്ട്രമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് Z ഡിറക്ഷൻ ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോസിറ്റീവ് Z ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. EX = E0 sin kz - ωt. അത് ശ്രദ്ധിക്കണം മക്കളെ, പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കണം. നല്ലൊരു സംഭവമാണത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോസിറ്റീവ് Z ഡിറക്ഷനിലായിരിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഷുഡ് ബി, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എലോങ് എവിടെ തന്നെ ആയിരിക്കണം? എക്സിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് EX എന്ന് പറയുന്നത്. കുറേ ചേർക്കും EY പറ്റൂല. അപ്പോഴാണ് നോട്ട് ചെയ്യേണ്ടത് E വെക്ടർ ക്രോസ് B വെക്ടർ. അത് നോട്ട് ചെയ്ത് വെച്ച് മക്കളെ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? E വെക്ടർ ക്രോസ് B വെക്ടർ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എക്സിലായിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം Yയിൽ. എന്നാൽ മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോസിറ്റീവ് Z. നേരെ തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് തിരിച്ച് പറയായിരുന്നു.
B0 സൈൻ ഓഫ് കെ സെഡ് മൈനസ് കൊടുക്കാൻ കാരണം അവിടെ എന്താണ് പോസിറ്റീവ് സെഡ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സെഡ് മൈനസ്. നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ സെഡ് പ്ലസ് വരുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 64 അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ഡാഷ് വേവ്സ്, ലോഞ്ചിറ്റ്യൂഡിലാണോ ട്രാൻസ്വേഴ്സ് ആണോ? ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അത് പ്രോപ്പർട്ടിയിലും പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാവിങ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓർ ഹയസ്റ്റ് ഫ്രീക്വൻസികളാണ് ഗാമ റേ ആണ്. നേരെ തിരിച്ച് ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് റേഡിയോ ആണ് തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 66. ക്വസ്റ്റ്യൻ നമ്പർ 67 ദ ഫിനോമിനൻ ഓഫ് ലൈറ്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ മിറേഴ്സ്. മിററിൽ നടക്കുന്ന ലൈറ്റിൻ്റെ ഫിനോമിനൻ എന്താണ്? റിഫ്ലക്ഷൻ ആണ്. ഡാഷ് മിറർ ഈസ് എ കൺവേർജിങ് മിറർ. നമ്മൾ സ്പെരിക്കൽ മിറേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, കൺവേർജിങ് ഉണ്ട്, ഡൈവേർജിങ് ഉണ്ട്. കൺവേർജിങ് മിറർ എന്നറിയപ്പെടുന്ന ആളാരാണ്? കോൺകേവ് ആണ്. ഡൈവേർജിങ് മിറർ എന്നറിയപ്പെടുന്ന ആൾ കോൺവെക്സ് ആണ്. അതായത് ഇത് ക്വസ്റ്റ്യൻ നമ്പർ 69 അത് അവിടെ കഴിയുന്നു. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ഈസ് ഈക്വൽ ടു ഡാഷ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ ഹാഫ് ഓർ ഡബിൾ. കാരണം നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു R/2 ആണ്. നിങ്ങളിപ്പോൾ ലാബൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ആ മെത്തേഡിൽ ഉപയോഗിക്കുന്ന R/2. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 71 ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഈസ് ഡാഷ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ശ്രദ്ധിക്കില്ല കുറേ ആൾക്കാർ. ഫോക്കൽ ലെങ്ത്തിൻ്റെ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. ഇതേസമയം കോൺവെക്സ് ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ 73 ചോദിക്കുന്നത് കോൺകേവ് മിറർ. അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കിട്ടി അവിടെ. ഇതേസമയം വെഹിക്കിൾസിൻ്റെ സൈഡ് മിറർ അല്ലെങ്കിൽ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിററാണ്. മക്കൾ എന്തുകൊണ്ടെന്ന് കൂടി പഠിക്കണേ. എന്തുകൊണ്ടാണ് കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ദ ചേഞ്ച് ഇൻ പാത്ത് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് ഇസ് പാസസ് ഫ്രം വൺ മീഡിയം ടു അതൊക്കെ നോർമൽ ബേസിക് ക്വസ്റ്റ്യൻ. റിഫ്രാക്ഷൻ ആണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ബെൻഡിങ് ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 76 ഡാഷ് ഈസ് ദ ക്വാണ്ടിറ്റി വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ ഡു നോട്ട് ചേഞ്ച് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്? ഫ്രീക്വൻസിയാണ്. പ്രീവിയസ് തന്നെയാണത്. ക്വസ്റ്റ്യൻ നമ്പർ 77 ദ റീസൺ ഫോർ ഏർലി സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ് ഈസ് റിഫ്രാക്ഷനാണ്. ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനാണ് നമ്മളത് വിളിക്കുക. ഏർലി സൺറൈസും ഡിലേഡ് സൺസെറ്റും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് നമ്മൾ റിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷൻസിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28 ദ ലൈറ്റ് റേ എൻറ്ററിങ് ഫ്രം ഡെൻസർ ടു റയറർ മീഡിയം വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമലാണ്. ഇതേസമയം റയറർ ടു ഡെൻസർ ആയിരുന്നുവെങ്കിൽ ടുവേർഡ്സ് ദ നോർമലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിലേക്ക് ഒരു കാര്യം വന്നിട്ടുണ്ടാവും അല്ലേ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് പോകണമെങ്കിൽ അതെന്ത് പ്രോസസ്സ് ആയിരിക്കണം? അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കേണ്ട ഒരു കണ്ടീഷനാണ് അത് എന്നുള്ള കാര്യം. കാരണം TIR വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം മോഡലിന് അത് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 79 ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 80 പോവുകയാണ്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് എ ഗ്ലാസ് സ്ലാബ് ഫ്രം എയർ ഇറ്റ്സ് വേവ് ലെങ്ത് ഡാഷ്. ശ്രദ്ധിക്കണം മക്കളെ, ഗ്ലാസ് സ്ലാബിൽ നിന്നും എയറിലേക്കാണ്. ഗ്ലാസ് സ്ലാബിൽ നിന്നും എയറിലേക്കാവുന്ന സമയത്ത് വേവ് ലെങ്തിന് എന്താണ് സംഭവിക്കുക? അല്ലെ, റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് എ ഗ്ലാസ് സ്ലാബ് ഫ്രം എയർ ഇറ്റ്സ് വേവ് ലെങ്ത് ഡിക്രീസസ് ആണോ ഇൻക്രീസസ് ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 80 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഡിക്രീസസ് ഓർ ഇൻക്രീസസ്. ക്വസ്റ്റ്യൻ നമ്പർ 81 വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് എയർ ഫ്രം വാട്ടർ ഇറ്റ്സ് വേവ് ലെങ്ത് ഡാഷ്. ഡിക്രീസസ് ആണോ ഇൻക്രീസസ് ആണോ? ശ്രദ്ധിക്കുക. ഇതേ തൊട്ട് മുമ്പ് ചോദിച്ചാൽ നേരെ തിരിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. 80 ആൻഡ് 81 ചെറിയൊരു കോൺസെപ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാനുണ്ട്, ഒന്ന് പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 82 ഡാഷ് ഈസ് എ കൺവേർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ് കൺവേർജിങ് ലെൻസ്. ഡൈവേർജിങ് ലെൻസ് ആരാണ്? കോൺകേവ് ലെൻസ് ആണ്. ലെൻസ് യൂസ്ഡ് ഡാഷ് ലെൻസ് ഈസ് യൂസ്ഡ് ആസ് മാഗ്നിഫൈങ് ഗ്ലാസ്സിന് മാഗ്നിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺകേവിൻ്റെ നെഗറ്റീവ് ആണ്. ഇതിലേക്കൊന്നും പോകുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 87 ദ റെസിപ്രോക്കൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് കോൾഡ് ആസ് ഡാഷ്. ഫോക്കൽ ലെങ്ത് SI യൂണിറ്റിലായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പവർ ഓഫ് ദ ലെൻസ്. അതിന് നെക്സ്റ്റ് പറയാൻ പോകുന്ന 88 അവിടെ തന്നെ കാണുന്നുണ്ട്. ലെൻസിൻ്റെ പവറിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ 88 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. Question number 89 is the phenomena of splitting of light into its component colors is known as dispersion ആണല്ലേ. നമ്മൾ റെയിൻബോ ഫോർമേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്പേഷനൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. ഡാഷ് ഫോർവേഡ് ദ വേവ് തിയറി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വേവ് തിയറി ആരാണ് ഫോർവേഡ് ചെയ്തത്? ഹൈഗൺ ആണ്. നമ്മൾ നോർമലി പറയുമ്പോൾ ഹൈഗൺസ് പ്രിൻസിപ്പിൾ, ലോ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ പഠിച്ച മക്കളാണ്. അപ്പോൾ അതും കൂടെ ഒന്നും അറിയാം. ഇൻ കേസ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആയേക്കാം. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഡാഷ് ഫിനോമിനൻ പ്രൂവ്സ് ദ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ്. പോളറൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രീവിയസ് വന്ന ഒരു റിപ്പീറ്റ് വന്നൊരു വൺ വേർഡ് തന്നെ പറയാം. ഇനിയും നല്ല ചാൻസ് ഉള്ളതാണ്. ലൈറ്റിൻ്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ പ്രൂവ് ചെയ്യുന്ന ഫിനോമിന പോളറൈസേഷൻ ആണ്. ഓക്കെ, ദ നെയിം ഓഫ് ദ വേവ് അസോസിയേറ്റ് വിത്ത് മാറ്റർ ഈസ് കോൾഡ് ഡീപ്പ്. നമ്മുടെ ഡുവൽ നേച്ചറിൽ വരുന്നത് അല്ലേ. ഓക്കെ, മാറ്ററുമായി ബന്ധപ്പെട്ട വേവ് ആണ് മാറ്റർ വേവ്. മറ്റൊരു പേരാണ് ഡി ബ്രോഗ്ലി വേവ്സ്. ദ ക്വാണ്ട പാർട്ടിക്കൽ ഫോം ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോൺ ആണ്. നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ ഒരു കേസ് ലൈറ്റ് പാർട്ടിക്കിൾസിനെ ഫോട്ടോൺസ് എന്നൊക്കെ വിളിക്കുന്ന കാര്യം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്വാണ്ടൈസ്ഡ് ഇൻ ബോത്ത് സെക്കൻഡ് പോസിറ്റീവ്. ഇപ്രാവശ്യം വന്ന് ഓർമ്മയുണ്ടോ? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ക്വാണ്ടൈസർ ആവുന്നത്? ആംഗുലർ മൊമെൻറ്റം. ആ ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു NH/2 ഫ്രം ആറ്റംസ്. ക്വസ്റ്റ്യൻ നമ്പർ 95 നമ്മൾ എത്തി. ദ വാല്യൂ ഓഫ് ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഓർബിറ്റൽ റേഡിയസ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഓർബിറ്റൽ റേഡിയസ് എത്രയാണ്? 0.53 ആങ്സ്ട്രോം. അതേസമയം നിങ്ങൾ എന്ത് പഠിക്കണം? Rn is equal to n² × r1. നിങ്ങൾ ചിലപ്പോൾ തേർഡ് ഓർബിറ്റൽ റേഡിയസ് അങ്ങനെയൊക്കെ ചോദിക്കുക, സെക്കൻഡ് ഓർബിറ്റ്. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നിരുന്നാൽ സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിലോ 4 × 0.53, തേർഡ് ഓർബിറ്റ് ആണ് 9 × 0.53. അതെല്ലാം ആങ്സ്ട്രത്തിലാണ് യൂണിറ്റ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 96 എത്തുന്നു. ദ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം വിച്ച് ഹാസ് ലീസ്റ്റ് വേവ് ലെങ്ത് ഈസ്. ലീസ്റ്റ് വേവ് ലെങ്ത് ഉള്ള സ്പെക്ട്രം ഏതാണ്? ലൈമാൻ സീരീസ് ആണ്. ശ്രദ്ധിക്കണം, ലൈമാൻ സീരീസ്. ഹയസ്റ്റ് വേവ് ലെങ്ത് വരുന്നത് ആരാണ്? ഫണ്ട് സീരീസ് ആണ്. ഈ ഒരു കേസ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം കുറേ മക്കളെ ആ ഒരു സ്പെക്ട്രം നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് ലൈമാനിൽ തന്നെ ചോദിക്കാം. ഫസ്റ്റ് സ്പെക്ട്രൽ സീരീസിൻ്റെ ആ ഒരു വേവ് ലെങ്ത്. ഓക്കെ, ലാസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ എന്നൊക്കെ പറയും. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈമാൻ ആണെങ്കിൽ N1 1 ആണ്, N2 2 ആണ്. അതിൽ ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? N1 1 ആണ്, N2 ഇൻഫിനിറ്റി കൊടുക്കണം. അതിൽ തന്നെ വീണ്ടും സ്പ്ലിറ്റ് ആക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ജനറലി ഇവർ നമ്മൾ 5 സ്പെക്ട്രത്തിൽ അങ്ങനെ ആ രീതിയിലാണ് ചോദിച്ചത്. ലീസ്റ്റ് വേവ് ലെങ്ത് ലൈമാനാണ്, ഹയസ്റ്റ് വേവ് ലെങ്ത് ഫണ്ട് സീരീസ് ആണ്. SI യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റിൻ്റെ SI യൂണിറ്റ് എന്താണ്? ബെക്കറലാണ്. ഇതേസമയം ക്യൂറി യൂണിറ്റ് ആണ്. 1 ക്യൂറി ഈസ് ഈക്വൽ ഡാഷ് ബെക്കറൽ. ഒരു ക്യൂറി എത്ര ബെക്കറലാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. നിങ്ങളൊന്ന് അറിയുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർലി ഞാൻ അത് പറഞ്ഞുതരാം. 1 ക്യൂറി ഈസ് ഈക്വൽ ഡാഷ് ബെക്കറൽ കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് കൈൻഡ് ഓഫ് പബ്ലിക് എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ടെഡ്ഡയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്ത ആരാണ്? ബെക്കറലാണ്. ഇപ്പോൾ മോഡൽ എക്സാം റേഡിയോ ആക്ടിവിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വൺ വേർഡ് ആയിക്കോട്ടെ, ഒരു ചെറിയൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് എന്ത് ചെയ്യണം? അൺസ്റ്റേബിൾ ന്യൂക്ലിയാണ്. ഡിസ്ഇൻറ്റഗ്രേഷൻ DK ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റേഡിയോ ആക്ടിവിറ്റിൻ്റെ കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ബെക്കറലാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എക്സ്റേ ഡിസ്കവേർഡ് ബൈ ആരാണ്? ഓക്കെ, ആ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയില്ലെങ്കിലും അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. എക്സ്റേ അതിൽ പഠിക്കണം മക്കളെ, കഴിഞ്ഞ പബ്ലിക്കാണ്. എക്സ്റേ ഡിസ്കവേർഡ് ബൈ ഡാഷ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 99. ദ എനർജി ലിബറേറ്റഡ് ബൈ സൺ ഈസ് ഡ്യൂ ടു ഡാഷ്. ഇപ്രാവശ്യം വന്നില്ലേ സ്റ്റാർസ്? സണ്ണിലൊക്കെ എനർജി ലിബറേറ്റ് ചെയ്യുന്നത് കാരണം ആരാണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. തെർമോ ന്യൂക്ലിയർ പ്രോസസ് അങ്ങനെ ചോദിച്ചൂടെ? തെർമോ ന്യൂക്ലിയർ പ്രോസസ് എന്നറിയപ്പെടുന്ന പ്രോസസ്സ് ഏത്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഞാൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷനാണ്. എന്തുകൊണ്ടാണ്? കാരണം ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ലൈറ്റർ എലമെൻറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ എലമെൻ്റ് ആവണമെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷനെ മറികടക്കണം. അങ്ങനെ മറികടക്കണം ഹൈ ടെമ്പറേച്ചർ ഈസ് നീഡഡ് കേട്ടോ. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. ആ വാല്യൂ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 10⁻⁹ കെൽവിൻ്റെ അടുത്ത് വേണം. എന്നാൽ മാത്രമേ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. ദെൻ ഗോയിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിവൈസ് വിച്ച് കൺവേർട്സ് AC into DC ഈസ് നോൺ ആസ് റെക്ടിഫയർ അല്ലേ. നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ ഭാഗം. അവിടെ സെമി കണ്ടക്ടർ മക്കളെ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത് ലേറ്റസ്റ്റ് വീഡിയോ അതാണ്. അവർ സെമി കണ്ടക്ടർ എനർജി ബാൻഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും മക്കളെ. ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഹാഫ് വേവ് റെക്ടിഫയർ ഫുൾ വേവ് നോക്കും. എഫിഷ്യൻസി ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. സർക്യൂട്ട് വർക്കിംഗ് ഗ്രാഫൊക്കെ ഔട്ട്പുട്ട് വേവ് ഫോം ഇൻപുട്ട് വേവ് ഫോം ഒക്കെ സെറ്റ് ആയിരിക്കും. പക്ഷേ അത് മാത്രം നോക്കിയാൽ പോരാ. എനർജിനെ വീണ്ടും പറയുന്നത് നോക്കിയാൽ എനർജി ബാൻഡ് ഡയഗ്രാം P ടൈപ്പ് N ടൈപ്പിൻ്റെ എനർജി ബാൻഡ് മസ്റ്റ് സ്റ്റഡിയാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാനായി ഇന്നലെ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് വേർഡുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഡോണർ എനർജി ലെവൽ, ആക്സെപ്റ്റർ എനർജി ലെവൽ, ആ ഡയഗ്രാം പഠിക്കുക. അതിൽ P ടൈപ്പ് N ടൈപ്പ് അതിന് എക്സാമ്പിൾസ് അത് എപ്പോഴാണ് കിട്ടുക, അങ്ങനത്തെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യും. നമുക്കത് കണ്ടില്ല, നിർബന്ധമായിട്ടും കാണാം. കാരണം അത് പഠിച്ചാൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. അത് പഠിച്ചാൽ മതി ധാരാളം. പക്ഷേ ഇനി കോൺസെപ്റ്റ്സിൽ അറിയും ക്വസ്റ്റ്യൻ പഠിച്ചതേ വരുള്ളൂ. ഇൻ കേസ് അവർ തിരിച്ചൊന്നും ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. കൂൾ ഓഫ് ടൈം ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് അതിലുപരി നമ്മൾ ഡിലീറ്റ് ആയിക്കോട്ടെ, അതിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി അവസരം തന്നിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ കണ്ട ഒരാളാണെങ്കിൽ ഷുവർലി ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ അറിയുമോ എന്നുള്ള കാര്യം ഓക്കെയാണ്. അറിയില്ലെങ്കിൽ അതും പറയാം. കാരണം അപ്പോൾ എനിക്കൊരു സപ്പോർട്ടാണ്. നെക്സ്റ്റ് ഒരു ഇനി 2 മാർക്കിൻ്റെ സെഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നല്ല ലെങ്തി ആവും, ടൈം എടുക്കും. ടൈമില്ലാത്ത സമയത്ത് നോക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എനിക്കൊരു ചെറിയൊരു മോട്ടീവ് കിട്ടണമെങ്കിൽ ഷുവർലി അത് നിങ്ങൾ കമൻറ്റ്സ് സപ്പോർട്ടാണ്. സോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.